എല്ലാവർക്കും നമസ്കാരം. പൂരം നക്ഷത്രക്കാർ ആരോഗ്യ പരിപാലനത്തിനും ദീർഘായുസ്സിനും വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. എല്ലാവർക്കും അശ്വ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ 1-ാമത്തെ വയസ്സിലും 2-ാമത്തെ വയസ്സിലും ആയുധങ്ങളെ കൊണ്ട് ദോഷങ്ങൾ സംഭവിക്കാമെന്നും കഫം നീർദോഷങ്ങൾ സംബന്ധിച്ച ദേഹാരിഷ്ടതകൾ വരാമെന്നും ശാസ്ത്രങ്ങളിൽ കാണുന്നു. 6-ാമത്തെ വയസ്സിൽ വിഷഭയത്താൽ പോയിസൺ മുതലായിട്ടുള്ള കാര്യങ്ങളോ മൂലം ദോഷങ്ങൾ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതകൾ ഏറെയുണ്ട്. 7-ാമത്തെ വയസ്സിൽ ഉഷരോഗങ്ങൾക്ക് സാധ്യതകൾ കൂടുതലായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട്. 14-ാമത്തെ വയസ്സിൽ ഉദരവ്യാധിയാൽ ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതകൾ ഏറെ കണ്ടുവരുന്നു. 15-ാമത്തെ വയസ്സിലാവട്ടെ വളർത്തുമൃഗങ്ങളെ കൊണ്ടോ നാൽക്കാലികളാലോ ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. 18-ാമത്തെ വയസ്സിൽ അഗ്നിബാധാ ദോഷങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. 25-ാമത്തെ വയസ്സിലാകട്ടെ ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങളോ അഗ്നിമാന്യം മൂലം ദഹനക്കേടുകളോ മറ്റോ സംഭവിക്കാൻ സാധ്യതകൾ ഏറെ കണ്ടുവരുന്നുണ്ട്. 35-ാമത്തെ വയസ്സിൽ കണ്ണിന് അസുഖങ്ങൾ കടന്നുപോകാം. ചികിത്സാ കാര്യങ്ങൾ ഫലപ്രദമാക്കേണ്ട ഒരു സാഹചര്യം കാണുന്നു. അതേപോലെ ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങളിലും അല്പം ശ്രദ്ധ വേണം. എല്ലാം നിയമാനുസൃതം ചെയ്തു പോകേണ്ട സാഹചര്യമുണ്ട്. ചില വ്യക്തികൾക്ക് വ്യവഹാരങ്ങൾ നേരിടാനുള്ള സാധ്യതകളും അതിൻ്റെ മനപ്രയാസങ്ങളും ഈ വയസ്സുകളിൽ കടന്നു പോകാൻ സാധ്യതകൾ ഏറെ ഉള്ളതായിട്ട് കാണുന്നു. 45-ാമത്തെ വയസ്സിൽ നമ്മൾ സഹായിച്ച വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നോ നഷ്ടകഷ്ടങ്ങൾ വരികയോ വിശ്വാസ വഞ്ചനകൾ നേരിടേണ്ട സാഹചര്യങ്ങളോ ഉണ്ടാവുക നിമിത്തം ചില മനക്ലേശങ്ങളോ ആധിവ്യാധികളോ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെ ഉള്ളതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. 57-ാമത്തെ വയസ്സിൽ വാത സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതകൾ ഉള്ളതുകൊണ്ട് തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങളും ആരോഗ്യ പരിപാലനവും എല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ട് സൂചിപ്പിക്കുന്നു. ജാതകവശാൽ കൂടിയൊക്കെ പരിശോധിച്ച് വേണ്ടതായിട്ടുള്ള പ്രാർത്ഥനകളും ഗ്രഹശാന്തിക്കുള്ള പരിഹാരങ്ങളും ചെയ്യേണ്ട ഒരു സമയമായിട്ടും സൂചിപ്പിക്കുന്നുണ്ടായി. 65-ാമത്തെ വയസ്സിൽ കഫ നീർദോഷങ്ങളെ കൊണ്ടുള്ള ശല്യങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു. ഈ സന്ധികളെല്ലാം മാറിക്കിട്ടുന്ന പക്ഷം 80-ാമത്തെ വയസ്സിൽ ചിങ്ങമാസത്തിലെ ഒരു വെള്ളിയാഴ്ച ദിവസം അപരപക്ഷ അഷ്ടമിയും കൂടിയ ദിവസം പൂരം നക്ഷത്രമുദിച്ച് ഒരു നാഴികയ്ക്ക് ശേഷം കഫകോപത്താൽ അരിഷ്ടതകളുണ്ടാവാം എന്ന് ശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ സന്ധികളെല്ലാം കടന്നു ചെല്ലുന്ന പക്ഷം 90-ാമത്തെ വയസ്സിൽ കർക്കിടക മാസത്തിലെ ഞായറാഴ്ചയും പൂർവപക്ഷത്ത് പ്രഥമയും തുടങ്ങി 2 നാഴികയ്ക്ക് ശേഷം ശ്വാസ തടസ്സത്താൽ ആപത്തുകൾ സംഭവിക്കാമെന്ന് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത്തരം അറിവുകളെല്ലാം ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ശേഖരിച്ചവയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അവരവരുടെ ജാതകങ്ങൾ പരിശോധിക്കുകയും തക്കതായിട്ടുള്ള ഗ്രഹശാന്തിക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുകയും പറഞ്ഞിരിക്കുന്ന ദേവതകളുടെ അനുഗ്രഹങ്ങളെ നമ്മൾ ഉണ്ടാക്കുകയും ഉപാസനാ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുകയും തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളും വ്യായാമക്രമങ്ങളും ഭക്ഷണക്രമങ്ങളും ചിട്ടയോടുകൂടി പരിപാലിക്കുകയും ചെയ്തു പോകുന്ന പക്ഷം തീർച്ചയായിട്ടും ശാസ്ത്രങ്ങൾ പറയുന്ന ആ ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും സ്ഥിതി അവർക്ക് ഉണ്ടാവുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം അറിവുകളെല്ലാം എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കരുത്. ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോയുടെ താഴെ നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറുപടികളെല്ലാം കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ജാതക പരിശോധന നടത്തണം എന്ന് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും മേലെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം തീർച്ചയായിട്ടും നേരിൽ വന്ന് വിശദാംശങ്ങൾ മനസ്സിലാക്കി പോകാവുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം.